സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നായക നടനായിട്ടും ഫൈറ്റ് സീനിൽ തിളങ്ങാത്ത നടന്മാരെ കുറിച്ചിട്ട്. ഫൈറ്റ് സീൻ അവരെ മോശമായിരിക്കും. ഫൈറ്റ് ഉണ്ടാവും, എന്നാലും ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ കൈയും കാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കില്ല. അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് അതിലൊന്നാണ് വേണു നാഗവള്ളി. വേണു നാഗവള്ളി ഒരു ശോക നായകനാണ്. നായകനായിട്ട് അഭിനയിച്ചാലും ഫൈറ്റ് സീനിൽ അഭിനയിക്കാൻ അറിയില്ല. വേണു നാഗവള്ളി ഫൈറ്റ് ചെയ്യുന്ന ഇതുവരെ കണ്ടിട്ടുമില്ല. അഥവാ വേണു നാഗവള്ളിൻ്റെ ഫൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ വേണു നാഗവള്ളിക്ക് ഫൈറ്റ് ചെയ്യാനും കഴിയില്ല. നെടുമുടി വേണു കുറേ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു. എന്നാൽ ഫൈറ്റ് സീന് വളരെ മോശമാണ്. മാത്രമല്ല, ഈ നെടുമുടിൻ്റെ സ്റ്റണ്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല, കഥയായിരിക്കും. ഇനി അഥവാ ഫൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ തല്ല് കൊള്ളുന്ന സീനിൽ മാത്രം, തിരിച്ചടിക്കാൻ കഴിയില്ല. അതിൻ്റെ മോഡൽ നായകനായിരിക്കും, പക്ഷെ വില്ലൻ്റെ തല്ലും കൊണ്ടിട്ട് ഓടിയിട്ട് അമ്മയോട് പോയിട്ട് കരയുന്ന സീനിലായിരിക്കും. വാസു ചട്ടമ്പി എന്നെ തല്ലി അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട്, വയ്യ മടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് പറയും. പിന്നെ കൊടിയേറ്റം ഗോപിക്കും ഫൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ അത് ചേരുകയും ചെയ്യും, ഒരു ആൾക്കാർക്ക് രസം കിട്ടൂല, ചേരില്ല ഫൈറ്റ് സീനിൽ. ഗോപി ഇങ്ങനെ വലിയ കപ്പട മീശെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ കത്തിയെല്ലാം കാണിക്കുന്നല്ലാണ്ട് വെറുതെ ഒന്നും ഗോപിക്ക് ഫൈറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വേറെ നടന്ന ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തത് ബാബു നമ്പൂതിരി നായകനായിട്ടുള്ള അഭിനയിച്ചിട്ടുണ്ട്. വീണ പൂവെന്നെല്ലാം പറഞ്ഞ സിനിമയുണ്ട്, വേറെ ഏതെല്ലാം സിനിമയുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വയ്യ എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കലാണ്, തല്ലുകൊണ്ടിട്ട് പോക്ക്. നായകനായാലും തിരിച്ചടിക്കാൻ കഴിയില്ല, വില്ലനെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വേറെ നടനാണ് രവി മേനോനും അക്കാലത്ത് നായകനായിട്ട് കുറച്ച് പടങ്ങളിലുണ്ട്. പക്ഷെ രവി മേനോന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് രവി മേനോൻ്റെ പടത്തിൽ ഫൈറ്റ് ഉണ്ടായും ചെയ്യില്ല. രവി മേനോന് വേണ്ടിയിട്ട് ആ പടത്തിൽ വേറെ ഏതെങ്കിലും ഒന്നിച്ചഭിനയിക്കുന്ന നായകൻ പോയിട്ട് തിരിച്ചു തരലാണ്. വില്ലൻ വന്ന് രവി മേനോനെ തല്ലിയാൽ രവി മേനോൻ്റെ കൂടെ വേറെ ആരെങ്കിലും സുകുമാരനായിട്ടുണ്ടാവും, സുകുമാരൻ പോയി തിരിച്ചു തല്ലും. അങ്ങനെ ആ വില്ലനെ തല്ലും, രവി മേനോന് തല്ലാൻ കഴിയില്ല. പിന്നെ ഫൈറ്റ് ചെയ്യാൻ അറിയാത്ത നടന്ന മുകേഷ്. അതുകൊണ്ടാണ് മുകേഷൊന്നും നായകനായിട്ട് തിളങ്ങാത്തത്. മുകേഷിനൊന്നും ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. വെറുതെ അവസാനം ഇങ്ങനെ കുറേ സുഹൃത്തുക്കളെ കഥ, ഇപ്പോൾ ഇന്ന